തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് UDF മുന്നേറ്റം. നഗരസഭയിൽ കേവല ഭൂരിപക്ഷത്തോടെ ഭരണം സ്വന്തമാക്കിയതിനൊപ്പം കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ചു. 44 പഞ്ചായത്തുകളിലും UDF വിജയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനൊപ്പം ചേർന്ന് മികച്ച വിജയം നേടാമെന്ന LDF പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചാണ് ജില്ലയിലെ UDFന്റെ മുന്നേറ്റം. നഗരസഭകളിൽ സ്വതന്ത്ര ഉൾപ്പെടെ കരുത്തുകാട്ടിയ ഈരാറ്റുപേട്ടയും LDF വിജയിച്ച പാലായും ഒഴികെ 4ഇടത്ത് UDF വിജയിച്ചു. പാലാ നഗരസഭയിൽ 11 സീറ്റുകളിൽ LDFനാണ് വിജയമെങ്കിലും ഭരണം തീരുമാനിക്കുക സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. CPIയിൽ നിന്ന് പുറത്താക്കിയ ബിനു പുളിക്കക്കണ്ടം, മകൾ ദിയ, സഹോദരൻ ബിജു പുളിക്കക്കണ്ടം എന്നിവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായാണ് മത്സരിച്ചത്. ഇവരുടെ നിലപാട് പാലായിൽ നിർണായകമാകും. ഇവർ മത്സരിച്ച വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണിയുടെ വാർഡിലും UDFനാണ് ജയം. കോട്ടയം നഗരസഭയിൽ 53-ൽ 31 സീറ്റുകൾ നേടി കേവല ഭൂരിപക്ഷത്തോടെയാണ് UDF ഭരണത്തിലേറുന്നത്. ജില്ലാ പഞ്ചായത്തിൽ ഭരണ തുടർച്ചയെന്ന LDFന്റെ മോഹവും പൊലിഞ്ഞു. 23-ൽ 15 സീറ്റുകൾ നേടി കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ UDF ആധികാരിക ജയം നേടി. ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDFനാണ് ആധിപത്യം. വൈക്കവും വാഴൂരും ചുവന്നതൊഴിച്ചാൽ മറ്റു 9 ബ്ലോക്കുകളിലും UDF കരുത്ത് കാട്ടി. കടതുരുത്തി, ഏറ്റുമാനൂർ, ഉഴവൂർ ഉൾപ്പെടെ കേരള കോൺഗ്രസ് Mന്റെ സ്വാധീന മേഖലകളിലും ഇടതുപക്ഷത്തിന് നേട്ടം കൊയ്യാനായില്ല. ജില്ലയിലെ 71 പഞ്ചായത്തുകളിലും LDFനെ പ്രതീക്ഷിച്ച നേട്ടമുണ്ടായില്ല. 19 പഞ്ചായത്തുകൾ LDF വിജയിച്ചപ്പോൾ 44 പഞ്ചായത്തും UDFനൊപ്പമായിരുന്നു. 3 പഞ്ചായത്തുകൾ NDA പിടിച്ചെടുത്തു. 6ഇടത്ത് സീറ്റുകൾ ഒപ്പത്തിനൊപ്പമായി. കേരള കോൺഗ്രസ് Mന്റെ ശക്തമായ തട്ടകത്തിൽ 2020-ൽ മികച്ച നേട്ടം കൈവരിച്ച LDFന് ഇക്കുറി അടിപതറി. വികസന നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളും പ്രതീക്ഷിച്ച വോട്ടായി മാറിയില്ല. സർക്കാരിനെതിരെ പ്രചാരണങ്ങളും പ്രാദേശിക വിഷയങ്ങളും ഉയർത്തിയ UDFനൊപ്പം കോട്ടയം ഉറച്ച കോട്ട പോലെ നിന്നു. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.